ഹലോ വെൽക്കം ബാക്ക് ടു പ്രിൻസീസ് ടേസ്റ്റ് സ്റ്റൈൽ. ഇന്ന് നല്ല നാട്ടിൽ നല്ല ചായക്കടയിലൊക്കെ പണ്ട് കിട്ടുമായിരുന്ന ഉള്ളിവടയില്ലേ, ആ ഒരു ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൈദയാണ്. മൈദ ഒരു 2.5 കപ്പ് മൈദ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ ഇതൊന്ന് മാവൊന്ന് റേസ് ചെയ്യാനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇനോ ആണ്. ഇനോ ഫ്രൂട്ട് സോൾട്ടാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് സോഡാപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത്, 3-4 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണമായിരുന്നു, ഇഞ്ചി ഗ്രേറ്റ് ചെയ്തു നന്നായി ചെറുതായി അരിഞ്ഞു നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സാധാരണ പച്ചവെള്ളം തന്നെയാണ് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പച്ചവെള്ളം ഒഴിച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഒന്ന് ബോളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ, പക്ഷേ ഇച്ചിരി കൂടി ഒരു അയഞ്ഞ പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഈ ഒരു പരുവത്തിനൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മുടെ മാവ് റെഡിയായി. ഇനി ഒരു ചുവട് കട്ടിയുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് നന്നായി തിളയ്ക്കുമ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പുറമേ അങ്ങ് ഒത്തിരി കരിഞ്ഞു പോകും, അകം വേവാതെയും വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ച പാനിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ഉരുള എടുത്ത് കയ്യിൽ വെള്ളം നനച്ചിട്ട് ഒന്ന് പരത്തി അതിന് നടുക്കൊരു കുഴി ഉണ്ടാക്കി, നമ്മൾ വെള്ളം അടുത്ത് തന്നെ വെച്ചിരിക്കും, അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. വടയുടെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴികൾ വരുത്തി നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്രൈ ചെയ്ത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായി ഒന്ന് വെന്ത് പുറമൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നതിനും വരെ നമുക്ക് ഇത് വറുത്തെടുക്കാം. ഞാനിവിടെ ഈ വടയൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിച്ചെടുക്കാനായിട്ട്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഉള്ളിവടയുടെ ടേസ്റ്റ് നന്നായിട്ട് വന്നു. അപ്പോൾ ഇതുപോലൊരു ഉള്ളിവട നിങ്ങളും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക. നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.